പ്രിയമുള്ളവരെ, സംഗമം ആപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ അപ്ഡേഷനിൽ ടീം ലീഡർ ആപ്പിൽ ക്യാഷ് കളക്ഷൻ എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട് ചില മോഡിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ NGO സെക്രട്ടറി അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പാണ് ടീം ലീഡർക്ക് ഈ ഓപ്ഷൻ ഉള്ളത്. ടീം ലീഡർ ആപ്പിൽ ഇതുപോലെ ലോഗിൻ ചെയ്ത് ക്യാഷ് കളക്ഷൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ കളക്ഷൻ ആഡ് ചെയ്യാനുള്ള ന്യൂ എന്ന ടാബ് കാണും. തൊട്ടടുത്തുള്ള ഹിസ്റ്ററി എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ NGO കളക്റ്റഡ് ഡേറ്റ് എന്നത് ബ്ലാങ്ക് ആയി കിടക്കുന്ന കളക്ഷനുകളാണ്. NGO സെക്രട്ടറി അപ്രൂവ് ചെയ്യാത്തതും ടീം ലീഡർക്ക് അവരുടെ ആപ്പിലും NGO സെക്രട്ടറിക്ക് അവരുടെ ആപ്പിലും എഡിറ്റിംഗ് ഓപ്ഷൻ ഉള്ളതും. ഇവിടെ രണ്ടാമത്തെ കളക്ഷൻ നമുക്കൊന്ന് നോക്കാം. 650 ഡെപ്പോസിറ്റും 3200 ലോൺ റീപേയ്മെന്റുമാണ് നിലവിലുള്ളത്. ഇവിടെ പെൻഡിങ് കളക്ഷൻ റിക്വസ്റ്റിന് മുകളിലായി എഡിറ്റ് കളക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഇനി നമുക്കൊരു അപ്രൂവ്ഡ് കളക്ഷൻ എടുത്തു നോക്കാം. ഇവിടെ അപ്രൂവ്ഡ് കളക്ഷൻ എടുത്തു നോക്കിയപ്പോൾ അവിടെ എഡിറ്റ് കളക്ഷൻ എന്ന ഓപ്ഷൻ കാണുന്നില്ല. വീണ്ടും നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ കളക്ഷൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ കാണുന്ന എഡിറ്റ് കളക്ഷൻ എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. ആദ്യം 7 ആളുകളുടെ കളക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ മുഴുവൻ അംഗങ്ങളുടെയും പേര് കാണിക്കും. ആ അംഗങ്ങളുടെ കളക്ഷൻ ഇല്ലാത്ത അംഗങ്ങളുടെ നേരെ ഡെപ്പോസിറ്റിൽ 0യും ലോൺ റീപേയ്മെന്റിൽ 0 ആയിട്ടും നിലവിൽ കളക്ഷൻ ആഡ് ചെയ്ത 7 ആളുകളുടേത് ആ രീതിയിലും കാണിക്കും. ഇനി നമുക്ക് കളക്ഷൻ എഡിറ്റിംഗിലേക്ക് കടക്കാം. ആദ്യമായി കളക്ഷൻ ഇല്ലാത്ത ഒരു മെമ്പറുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റിലും ലോണിലും നാം കണക്ക് ചേർത്ത് നോക്കാം. ഇവിടെ സിന്ധു എന്നുള്ള വ്യക്തിയുടെ ഡെപ്പോസിറ്റിൽ 200ഉം ഇനി ലോണിൽ ഒരു 1000ഉം നമ്മൾ ചേർത്തു. ഇനി നിലവിൽ കളക്ഷനുള്ള വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ കളക്ഷൻ ഒഴിവാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ബിന്ദു പി എന്ന വ്യക്തിയുടെ ലോൺ റീപേയ്മെന്റിലെ 600 നമ്മൾ ഒഴിവാക്കുകയാണ്. ഇവിടെ 0 ആക്കി കൊടുത്താൽ മതിയാകും. ഇനി മറ്റൊരു അംഗത്തിന്റെ ഡെപ്പോസിറ്റ് 0 ആക്കി നോക്കാം. ഇവിടെ നമുക്ക് അവസാനത്തെ സാറ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡെപ്പോസിറ്റും ഇതുപോലെ തന്നെ നമ്മൾ 0 ആക്കി അടിച്ചു കൊടുത്താൽ മതിയാവുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ താഴേക്ക് പോയി കാൽക്കുലേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം 650 ഡെപ്പോസിറ്റുള്ള 750ഉം 3200 ലോൺ റീപേയ്മെന്റ് ഉണ്ടായിരുന്നത് 3500 ആയും ടോട്ടൽ 4250 ആയും അപ്ഡേറ്റ് ആയി വന്നത് നമുക്ക് കാണാം. ഇനി കളക്ഷൻ സബ്മിറ്റ് ബട്ടൺ നിൽക്കുമ്പോൾ കളക്ഷൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജോട് കൂടി നമ്മുടെ കളക്ഷൻ അപ്ഡേറ്റഡ് ആകും. സബ്മിറ്റായി കഴിയുന്നതോടുകൂടി നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഇവിടെ 650 എന്നത് 750ഉം 3100 എന്നുള്ളത് 3500ഉമായി അപ്ഡേറ്റ് ആയത് നമുക്കിവിടെ കാണാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു.